അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നോമ്പുതറ വിഭവമായിട്ടല്ല, നമുക്ക് അത്താഴത്തിന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മാങ്ങ അച്ചാറുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനു വേണ്ടി ഞാൻ 1 കിലോ മാങ്ങ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ 200 ഗ്രാം ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് സുർക്കയിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണിത്. പിന്നെ ഞാനൊരു 6 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 കഷ്ണം ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തെടുത്തതും 1 വെളുത്തുള്ളി ഫുൾ കട്ട് ചെയ്തെടുത്തതുമാണ്. പിന്നെ നമുക്ക് വേണ്ടത് 2 പാക്ക് അച്ചാർ പൊടിയാണ്. ഞാൻ അച്ചാർ പൊടി വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഉലുവയും കടുകും ഒന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചിട്ടുള്ളതാണിത്. ഇനി നമ്മൾ ഓയിലല്ല ചെയ്തെടുക്കുന്നത്, നല്ലെണ്ണയിലാണ്. അപ്പോൾ അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടും. ഇവിടെ ഞാൻ സ്വർണ്ണം നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സുർക്കയും വേണം. അപ്പോൾ ഞാനിവിടെ ഒരു ചുവട് കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഈ നല്ലെണ്ണ ഫുൾ ആവശ്യം വരും. 1 കിലോൻ്റെ അടുത്ത് മാങ്ങ ഉണ്ടത്. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങിയാൽ നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാങ്ങ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മാങ്ങ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മളിത് കുറേ വെച്ചിട്ട് അല്ല ഉപയോഗിക്കുന്നത്, ഇന്ന് തന്നെ ഉപയോഗിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അച്ചാർപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുതിർത്ത് വെച്ച ഈത്തപ്പഴം ഞാനൊന്ന് മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുത്തതാണത്. അപ്പോൾ നമുക്കിത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ബോട്ടിൽ വിനീഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള മാങ്ങ ആയിരുന്നു, അതുകൊണ്ട് 1/2 ബോട്ടിൽ വിനീഗറിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഈ ടൈമിൽ നമ്മൾ വറുത്ത് വെച്ച ഉലുവയും കടുകും പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ നമുക്കിത് കുറച്ച് ലൂസാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ ലൂസാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്ര, 1 ഗ്ലാസ് വെള്ളമാണെങ്കിൽ ആ ഗ്ലാസ് വെള്ളം നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ആ തിളച്ച വെള്ളം ചൂട് തണിയുന്നത് വരെ വെച്ചിരിക്കുക. ചൂട് തണിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ അച്ചാർ എത്ര വെച്ചാലും കേടാവില്ല. അപ്പോൾ ഞാനിതവിടെ 1 ഗ്ലാസ് വെള്ളം, ചൂടാറിയ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് അച്ചാറിന് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് അത്താഴത്തിന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത്. നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ കിട്ടുന്ന മാങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അച്ചാറാണിത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.